നമസ്കാരം. സുഭാഷിതം. ഉൽപ്പലസ്യാരവിന്ദസ്യ മത്സ്യസ്യ കുമുദസ്യ ച ഏകയോനി പ്രസൂതാനാം തേഷാം ഗന്ധ പൃഥക് പൃഥക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരിങ്കൂവളം, താമരപ്പൂവ്, മത്സ്യം, ആമ്പൽപ്പൂവ് ഇതെല്ലാം ഉണ്ടാകുന്നത് വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതിന് ഗന്ധം വേറെ വേറെ ആകുന്നു എന്നതുപോലെയാണ് മനുഷ്യരുടെ സ്വഭാവവും എന്നിവിടെ ഒരു സുഭാഷിതത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. ജലാശയത്തിൽ തന്നെയാണ് കരിങ്കൂവളം, താമരപ്പൂവ്, മത്സ്യം, ആമ്പൽപ്പൂവ് ഇതൊക്കെ ഉണ്ടാകുന്നത് ജലത്തിൽ തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഗന്ധം 4 ഗന്ധമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുപോലെയാണ് മനുഷ്യരുടെ സ്വഭാവം. ഈ ഭൂമിയാണ് അവരുടെ ജലാശയം, മനുഷ്യരുടെ വാസസ്ഥലം ഭൂമിയാണ്, ഒറ്റ സ്ഥലമാണ്. എന്നാൽ ഈ മനുഷ്യരുടെ സ്വഭാവമോ ഭിന്നമായ സ്വഭാവമാണ് മനുഷ്യർക്കുള്ളത്. ഒരേ സ്വഭാവമുള്ള ഒരു മനുഷ്യരെയെങ്ങും കണ്ടിട്ടില്ല എന്ന് നമുക്കറിയാം. ഇതാണ് സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നമസ്തേ.